നമ്മൾ എന്തിനാണ് ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കണം? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവസ്നേഹം, പിന്നെ എന്താണ്? സത്യസന്ധത. ഇത് രണ്ടും കറക്റ്റ് ചെയ്താൽ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും. ദൈവസ്നേഹവും സത്യസന്ധതയും. പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവിൽ അകന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് വണ്ടി കയറി വീട്ടിൽ ചെന്ന് ഇവിടെ ഉടനെ മെസ്സേജ് എടുത്ത് നോക്കാം. ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത്, നോക്കിയേക്കാവുന്നത്. ഒരു പരിപാടി ചെയ്തിട്ടില്ലേ, ആകപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ റിസൾട്ടിനെക്കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ്. ദൈവം അത് ചെയ്തോളും മോളെ. നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും നീ ഇപ്പം ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ, അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ചു വന്നോട്ടാ. എന്നാലും എത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും? 50 കൊല്ലം കൂടി ജീവിക്കും. പിന്നെ ചത്ത പോലെ രണ്ടും പല കാര്യമുണ്ടാ ഇല്ലേ? പക്ഷെ നിങ്ങൾ ദൈവവുമായിട്ട് ഡൈവേഴ്സ് ആയല്ല. അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? ആദ്യം ദൈവവുമായിട്ട് ഡൈവേഴ്സ് ആയിട്ടല്ലേ ഭർത്താവുമായിട്ട് ഡൈവേഴ്സ് ആയത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം ദൈവവുമായിട്ട് ഇന്ന് ഡൈവേഴ്സ് ആയിട്ടല്ലേ ഇപ്പോൾ ഭാര്യയുമായി ഡൈവേഴ്സ് ആയത്? നിങ്ങൾ ദൈവവുമായിട്ട് യൂണിയനിൽ വരിക. ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് മോചനം നേടി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു പോയ കാലങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ആരെല്ലാം പിരിഞ്ഞാലും കുറച്ച് കാലത്തേക്കാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ. അതേസമയം അങ്ങുമായി പിരിഞ്ഞാൽ നിത്യദേവതയെ പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. എന്തിനാണ് ഈ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ? ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെശകുകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റേറ്റീവ് ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പയറിങ് വേണം. അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിക്കുന്നത്. പിന്നെ എന്താണ്, ഈശോയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ശമരിയക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നീയും പോയി അതുപോലെ ചെയ്യുക. അതിൻ്റെ ചോദ്യം എന്തായിരുന്നു? 10:25 ചോദ്യം എന്തായിരുന്നു? ലുക്കാൻ്റെ സുവിശേഷം, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ന് പറഞ്ഞേ. ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചൊല്ലണമെന്നല്ല. അതാണ് അതാ പ്രശ്നം. ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? അപ്പം അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് നിയമജ്ഞന് കാര്യം മനസ്സിലായി. ചൊല്ലിയത് കൊണ്ട് കാര്യമൊന്നുമില്ല, ചെയ്യേണ്ടി വരുമെന്നറിയാം. അത് കർത്താവിനോട് തന്നെ ചോദിച്ചു. നിത്യജീവൻ എനിക്ക് വേണ്ടത് 10-80 കൊല്ലത്തെ ജീവിതമല്ല, നിത്യത വരെയുള്ള ജീവിതമാണ്. അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പുള്ളിക്കറിയാം. എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതൊരു കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത്, ഒന്ന്, നീ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്, അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ പറഞ്ഞു, ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത്. മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ആ മനുഷ്യനായിട്ടുള്ള കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം. അയാളുടെ മതം നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല, നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല. പക്ഷേ ഒരാവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം? അയാളെ ദൈവമായിട്ട് കാണണം. അതാണ് പ്രശ്നം. എന്താണ്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു എന്ന് പറഞ്ഞത്.
ഈശോ എന്ത് രസമാണെന്നറിയോ? ടെക്നോടപ്പോട് ഞാൻ രോഗിയായിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 25:36. മത്തായി 25:36. ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് 2013 വേളാങ്കണ്ണി അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിജയകുമാരൻ കൂടി ഇവിടെ വന്ന് പ്രേക്ഷകരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ഒരു മിഷനുണ്ട്. അപ്പോൾ വിജയകുമാർ എന്നോട് ഞാനിത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വേളാങ്കണ്ണി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞത് നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കേണ്ടി വരും അല്ലേ വെച്ചാണ് മിഷൻ ഹോസ്പിറ്റലിലെ. ഞാൻ പറഞ്ഞു ആവശ്യത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്. അതല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം. അതുപോലെ തന്നെ പണം കൊടുക്കണം, രോഗം അവർക്ക് പ്രത്യാശ കൊടുക്കേണ്ട പ്രത്യാശ കൊടുക്കണം. അങ്ങനെ ഒരു 10-40 പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി. അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ പണ്ട് 40 പേരാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് രോഗികളെ കാണാൻ. ഓരോ ആശുപത്രിയും പോവും. ഇന്നിപ്പോഴെന്താണ് 4 ലക്ഷം പേരാണ് പോകണത്. അപ്പം അമ്മ അന്നേ ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. ഉടമ്പടി വന്ന് വരുമോ നിങ്ങൾ തിന്നത് 2013 എൻ്റെ ഫസ്റ്റ് റെവലേഷൻ വരണത്. എന്താണ്? ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, ഞാൻ രോഗിയായിരുന്നു. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമയെ പോയി കണ്ടെന്ന് പറയരുത്, ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത്. ആരെ കണ്ട്? ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു. അതാണ് പ്രശ്നം, അതാണ് വിഷയം. അവിടെയാണ് ദൈവസ്നേഹം വരുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ പേരിലോ മനുഷ്യബന്ധത്തിൻ്റെ പേരിലോ അല്ല, ദൈവികതയാണ്, മാനവികതയല്ല. ബൈബിളിൻ്റെ എല്ലാ മാനവികതയും പ്യുവർ സെക്യുലർ മാനവികതയല്ല. ബൈബിളിൻ്റെ മാനവികത ദൈവികത അടിസ്ഥാനപ്പെടുത്തുകയാണ്. കൈയടിച്ച് കർത്താൻ അത് ഇപ്പം ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന ഫെഡറലായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരുമൊക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ? അതിന് ഇവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും മാനവികത എന്ന് പറയും. ഈ മാനവികത അടിസ്ഥാനം എന്താണ്? ദൈവികതയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതെന്താണ്? അത് ആ ഉടുപ്പിക്കുന്ന വസ്തു നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും? ഓരോരുത്തർ പോയി നിൽക്കത്തില്ല. ഇറ്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദി എയർ. താഴെ മോളിൽ പൂവില്ല, താഴെ വേരുമില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും? അതിനുവേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും? സഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം രക്തസാക്ഷികളുള്ളത്? അതായത് സഭയുടെ ധാർമ്മികതയ്ക്ക് കാലുകൊത്താനൊരു ഇടമുണ്ട്. സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ പായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിൽ ഊന്നിയതാണ്. എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് കൂടെ ഉള്ളത്? വേദസാക്ഷികളും മദർ തെരേസയായാലും ഫാദർ ഡാമിനായാലും അവിടെയൊക്കെ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മാനവികതയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിനെന്താണ്? ദൈവികതയാണ്. മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങൾ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല, പക്ഷെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും. ചില സംഘടനകൾക്ക് ഇവിടെ രക്തസാക്ഷികൾ മുട്ടിട്ട് നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസ്വാമിയെപ്പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല, മറിച്ച് അല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാർ, മനുഷ്യൻ്റെ കരുത്തേക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് നീതി, നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഈ ധർമ്മവും നീതിയും അടിയുറക്കണം എന്തിലാണ്?
മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു കുരങ്ങിൻ്റെ അടിസ്ഥാനമില്ല അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിൽ വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്ത് ഒരു പരിണിതിയായിട്ടേ വരത്തുള്ള അതിന് ആ സാൻമാർഗികതയ്ക്ക് എവിടെ നിലനിൽപ്പുള്ളത്? അപ്പം ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹവാസി, എല്ലാം ഞാനായിരുന്നു എന്ന് പറയും. എന്നിട്ട് ആരാണ്? ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ? അതായത് അത് റിവൈസ് ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലിക പാരമ്പര്യത്തിൽ പറയണത് നിങ്ങളെ അവരെ ആശീർവദിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പ്രത്യേകം പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. എന്ന് പറഞ്ഞേ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അങ്ങനെ ഒരു പ്രബോധനം നൽകാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ള. അതാണ് പ്രബോധനമെങ്കിൽ അത് മനുഷ്യന് ചെയ്യാൻ പാടുള്ളതാണെങ്കിൽ അത് പറയാൻ ആർക്ക് പറ്റും? ദൈവത്തിനേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇപ്പം ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ. എൻ്റെ മക്കളെ, ഇത് നമുക്കിതിൽ പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 തിരിയും കത്തിച്ച് 2 പത്രവും കൊടുത്ത് കുറച്ച് പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം പരിപാടിയുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഉടമ്പടി വളർച്ച എന്ന് പറയണത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ്. നമ്മുടെ സംസ്കാരമാണ് വരണത്. ഒരു സംസ്കരിച്ച് നമ്മൾ വളർന്ന് വരികയാണ്. ഇത് വളർന്ന് വരുന്ന അനുസരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ, നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ അല്ലേ? എത്രയോ പേര്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. മേരി ജോർജ് എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മുടെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. ഇപ്പോൾ മേരി ജോർജിന് അവർ പക്ക കരിസ്മാറ്റിക്കാണ്. അവർക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല. അപ്പം ചില കരിസ്മാറ്റിക്കാർക്ക് അങ്ങനെ ഉണ്ട്. എന്താണെന്ന് കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവരങ്ങനെ വരത്തില്ല. കാര്യം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ മകൾ പറഞ്ഞത്, മക്കളില്ല, അവർക്ക് മക്കളില്ല. ആരും മേരി ജോർജിൻ്റെ മകൾക്ക് മക്കളില്ല. അപ്പോൾ അവളൊരു ധ്യാനത്തിൽ പോയപ്പോൾ അവിടെ ധ്യാനം കൂടിയപ്പോൾ IVF എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാനഗുരു പറഞ്ഞു, ഈ 4 സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അതിൽ 3 കൊന്നു കളഞ്ഞിട്ട് ഒരെണ്ണത്തിന് നിൻ്റെ വയറ്റി വെച്ച് തരത്തുള്ളൂ. അപ്പോൾ നീ കാരണം വേറെ 3 സിദ്ധാന്തങ്ങൾ സൈഗോട്ട് ഡാമേജ് ആയി പോകുമെന്ന് പറയും. അപ്പോൾ അവൾ ഒരു ആന്തരിക ബുദ്ധി കിട്ടി. അവളൊരു തീരുമാനം എടുത്ത് അവളെന്താ പറയണത്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം 3 കുഞ്ഞുങ്ങൾ വേറെ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അങ്ങനെ 3 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് അവളൊരു തീരുമാനം എടുക്കും. എൻ്റെ മക്കളിൻ്റെ പ്രശ്നം ഇത് ഇപ്പം നോക്കി, ഈ കുട്ടി എന്താ പറയണത്? അവളൊരു 10, 22, 24 വയസ്സുള്ള കുട്ടിയാണ്. അവൾ പറയണത് എന്താണ്? ഈ IVF എടുത്തുകൊണ്ട് 3 കുഞ്ഞുങ്ങൾ 4 സൈഗോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ബാക്കി 3 കൊന്നുകളെന്ന് പറഞ്ഞില്ലേ, അതിനെ തട്ടിക്കളയെന്ന് പറയുമ്പോൾ അവളെന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു കൊലപാതകയായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനം മാറ്റിയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയത്തില്ല. അവിടെ തീരുമാനമെടുത്ത് എന്നിട്ട് അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി കൃപാസനത്തിൽ പോയി നോക്കട്ടെ, പരിശുദ്ധ അമ്മ എന്നാ പറയണം നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇവളുടെ അമ്മ പറയും, മേരി ജോർജ് പറയും, നീ കൃപാസനത്തിൽ പോകരുത്, അത് ചുമ്മാ തട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയത്തില്ലല്ല. അവർ അച്ഛനെ വെള്ളക്കണ്ണി പോയിട്ട് എന്തോ ദർശനം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാർക്ക് പത്രമൊക്കെ കൊടുത്ത് കാശ് മേടിക്കണമെന്ന് പറയും. അവരിങ്ങനെ പറയണതാണ് സംഭവം. അവർക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അവർ വിടത്തില്ല. പക്ഷേ എങ്കിലും അവൾ പറയും, ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണല്ല, ഇനി വേറെ കേരളത്തിൽ പോകാൻ സ്ഥലമില്ലല്ലോ, അതാണ് അവരുടെ മനസ്സിൽ പറയണത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അവൾ നോക്കി, അവളോട് വന്ന ഉടനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രഗ്നൻ്റ് ആവും.
ഒരാഴ്ചക്കുള്ളിൽ. അമ്മ ഇത് ഭയങ്കര സ്പീഡാണല്ലേ. നമ്മളെ എന്താ ഇവിടെ സത്യസന്ധ അവളെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് IVF-ൻ്റെ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമ്മ കേട്ടല്ല. അവിടെയൊക്കെ സത്യസന്ധമാണല്ലോ വിഷയം. 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞിന് എനിക്ക് വേണ്ട എന്ന് അവൾ തീരുമാനം എടുത്തില്ലേ. അപ്പോൾ അവൾ ഞാൻ കുഞ്ഞിലായി ജീവിച്ചോളാം, എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടും കൊല്ലരുതെന്ന് പറഞ്ഞ പ്രമാണം 5-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടും എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്നൊരു തീരുമാനം എടുത്തത് ദൈവം കേട്ട്. നിങ്ങൾക്കറിയാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം. നീ ഇരിക്കുന്നതും നിൽക്കുന്നതും എടുത്ത് ഒന്ന് വായിച്ചേ, 139 ഒന്നൊരു വായിച്ചേ, സങ്കീർത്തനം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇതാ വിഷയം. അതായത് നമ്മളൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. അതെല്ലായിടത്തും ഉണ്ടാകണം. ദൈവത്തിനൊന്നും മറക്കാൻ പറ്റത്തില്ല. നീ എവിടെ പോയി ഒളിച്ചാൽ ആ താഴേക്ക് വായിച്ച് എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. പ്രൈസ്. അതായത് നമ്മൾക്ക് ദൈവത്തിന് മുന്നിൽ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചില വിഡ്ഢിയുടെ പറയവയോ പിന്നെ 10,000 കോടി മനുഷ്യരല്ലേ, അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് ദൈവത്തിന് അറിയാൻ പറ്റും? ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢികാന്മാരുണ്ടേ, ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢിയാന്മാർ. നിങ്ങൾ പറയണത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ആൾക്കാർ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ? ആൾക്കാർ നടക്കും ഓരോ വ്യക്തിയെക്കുറിച്ചും, ഓരോ വ്യക്തിയുടെ ചിന്തകൾ, ചെയ്തികൾ, ആ വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ജീവിക്കാൻ, വിശുദ്ധിയോടെ സാക്ഷിയാകാൻ എനിക്ക് ആന്തരികമായ ശക്തി നൽകണമേ. അതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം. ആ മകള് കുഞ്ഞുമായിട്ടാണ് വന്ന് സാക്ഷ്യം പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അവൾ ഓക്കെ ആയത് കാരണം, അവൾ വിശ്വാസപരമായിട്ട് ഓക്കെയാണ് ആൾ. അത് കാരണം അമ്മ ഒന്നും കാണിക്കില്ല, അമ്മ കുഞ്ഞിനെ കൊടുത്തു, വന്നപ്പോൾ തന്നെ കൊടുത്ത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കടത്തിൻ്റെ പരിഹാരവും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കിട്ടണം. വരുമ്പോൾ തന്നെ കിട്ടണമെങ്കിൽ എന്താ മാർഗം? നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി. നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലം. എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. വിചാരങ്ങളാണ് പോണത്. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു. എന്നാൽ നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ? അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോഴേ കിഴക്കട്ട് നോക്കുക, മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും അവൾ. എന്താ കാര്യം? അവൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. ഉടമ്പടി എടുത്ത ഒരു ആളാണ്. മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. വേറെ അസുഖമൊന്നുമില്ല. എന്താണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയാൻ കാരണം? അവൾക്ക് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. നൈസി വെട്ടക്കൽ സാക്ഷ്യം കേട്ടല്ലേ അല്ലേ? ഇസ്രയേലിൽ ഉടമ്പടി എടുത്ത. പക്ഷേ എന്നാ സംഭവിച്ചിരിക്കണത്? പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസയുമായി പോകാനുള്ള എല്ലാ പേപ്പറുമായി പൈസയുമായി വന്നപ്പോൾ ഏജൻറ്റ് പറയണേ 2 ദിവസത്തെ താമസം ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ മതി. അതോടുകൂടി ഇനി അടുത്ത ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി അത് ഏതാണ്ട് ഒക്ടോബർ 4-ാം തീയതി മറ്റേ പറഞ്ഞതാണ്. ഇവർക്ക് അതിന് ഭയങ്കരമായ കലിയായി. ഞാൻ പിന്നെ നീലത്തിരി കത്തിച്ച എന്തിനാണ്? ഞാൻ പിന്നെ പച്ചത്തിരി കത്തിച്ച എന്തിനാണ്? എന്ത് മാതാവാണ് ഞാൻ? ഇതിനു വേണ്ടിയല്ലേ ഇക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയല്ലേ, ഈ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് പഠിക്കാൻ ചെന്നപ്പോൾ കുടവടച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് തനി നിറം കാണിച്ച്. ഈ തനി നിറമുണ്ടേ, അതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറമുണ്ടേ. 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്ത് വരും. പക്ഷേ ഈ തനി നിറത്തിൻ്റെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തനി നിറം ദൈവത്തിന് ഇങ്ങനെ സൂര്യപ്രകാശം പോലെയാണെന്നാണ് പറയണത്. കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ.
ഇപ്പോൾ നൈസി വെട്ടക്കലിനെ മാതാവ് സേവ് കണ്ടില്ലേ, എങ്ങനെ സേവ് ചെയ്തത്? അതായത് ഒക്ടോബർ 4 തീയതി യാത്ര മുടക്കി. അപ്പം അന്ന് യുദ്ധമില്ലേ? അന്ന് യുദ്ധമില്ല. പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോണെന്ന്. അതാണ് വിഷയം. നീ നടക്കുന്നത് ഞാൻ അറിയുന്നോ, നിന്റെ ആന്തരിക വിചാരം. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. 139 സങ്കീർത്തനം 2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എല്ലാ വിഷയത്തിൻ്റെ മേലും ബ്ലൂ പ്രിൻ്റ് കയ്യിലുണ്ടെന്നായി പറയണത്, മനസ്സിലായില്ലേ? എവിടുത്തെ നിങ്ങളുടെ തനി നിറത്തെക്കുറിച്ച് ഒരു അറിവുണ്ട്. ഇവൾ അമ്മയെ തെറി വിളിക്കുന്ന കാര്യം ഉറപ്പാണ്, നമുക്കറിയാം. യാത്ര ഒന്ന് മുടങ്ങിയാൽ അമ്മയെ തോന്നിയ മാസം പറയുമെന്നറിയാം നമ്മുടെ ജീവിതത്തിന്. പക്ഷേ ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആളിന് ഭയങ്കര സങ്കടമായി. എന്താണ്? ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ചെന്നവർ തന്നെ അടുത്തത് നമ്മളവിടെ ചെല്ലും, നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും. എന്തിനാണ് ചെല്ലണത്? ഓപ്പറേഷൻ ഹജ്ജ് അവിടെ ചെന്നവരെ തന്നെ തിരിച്ചു കൊണ്ടുപോരാൻ. ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണം എന്നാണ് പറയണത്. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് അറിയുന്നു, നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു. അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ. ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. ഇതൊരു അയൺ ഡോമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനും ചിറകിന്റെ കീഴിലെ എന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും നന്ദി പറയുന്നു. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഞങ്ങളുടെ ക്ലേശകാലത്ത് കൃപാസനമെന്ന കൂടാരത്തിൽ ഉടമ്പടിയുമായി ഞങ്ങളെ ബന്ധിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. നീ എന്നാശ്രയം ഏതു നേരം, നീ മാതാവേ എന്നെ തല്ലം, നീ എന്നാശ്രയം ഏതു നേരം. മനമിടറുമ്പോഴും സ്വരമിടറുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടറുമ്പോഴും സ്വരമിടറുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ ഒരിഞ്ഞു സംരക്ഷിച്ചിടേണമേ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ ഒരിഞ്ഞു സംരക്ഷിച്ചിടേണമേ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. നീ മാതാവേ എന്നെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരം. നീ മാതാവേ എന്നെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരം. മനമിടറുമ്പോഴും സ്വരമിടറുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടറുമ്പോഴും സ്വരമിടറുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ ഒരിഞ്ഞു സംരക്ഷിച്ചിടേണമേ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ ഒരിഞ്ഞു സംരക്ഷിച്ചിടേണമേ. നീ മാതാ
Praise the Lord. Praise the Lord. ഇരിക്കുക. ഉടമ്പടിയുടെ ആന്തരിക പരിച്ഛേദങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും. നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വളർത്തും, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ഈ മേരി ജോർജിൻ്റെ സാക്ഷ്യത്തിലുള്ള ഒരു പ്രത്യേകത എന്താ അറിയാം? മേരി ജോർജ് പറഞ്ഞത്, എനിക്ക് അപ്പോൾ ഈ ആദ്യം മകൾ വന്ന് സാക്ഷ്യം ആദ്യം മകൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് മകൾ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോർജിൻ്റെ മനസ്സ് മാറിയായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി, ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മേരി ജോർജ് നേരിട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷി യൂട്യൂബിലുണ്ട്, നോക്കണേ. അവരുടെ പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്, പക്ഷെ അതല്ല പ്രശ്നം. ഞാനൊരു ദൈവ പൈതലല്ല, അതാണ് സംഭവം. അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുള്ളൻ, പക്ഷെ അവർ തന്നെ പറയുന്നത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും. അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്നറിയാവോ? ആ ന്യായം നമ്മൾ കേൾക്കണം. അവർ പറഞ്ഞത്, ഞാൻ ദൈവ പൈതൽ, ഇപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും. അതാ പ്രശ്നം. ഉടമ്പടി അവകാശം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണല്ല. അപ്പോൾ മേരി ജോർജ് പറയും ഞാൻ മക്കളാണ്, പക്ഷേ ഞാൻ അവകാശിയല്ല. എന്താ കാര്യം? അങ്ങനെ പറയാൻ കാര്യം എന്താണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർ പറയണതേ 8:17 എടുത്ത്, റോമ 8:17. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. റോമ 8:17. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പം ഇവർ അവകാശികളല്ല എന്നാണ് പറയണത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലെന്ന്. അതാണ് സംഭവം. ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെ നല്ല ശരിക്കും ധ്യാനിപ്പിക്കുകയെ ചിലർ. അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ് കാര്യം എന്താ, ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിക്കണില്ല. എന്താ കാര്യം? എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിലാണ്, ഈ അയൽക്കൂട്ടമൊക്കെ ഉണ്ടല്ല. പിന്നെ എന്താണ്, നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ സഹകരണ സംഘമുണ്ട്, പിന്നെ എന്തുണ്ട്, കുടുംബശ്രീയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കുടുംബശ്രീയിൽ നിന്ന് അവർ പുറത്താക്കിയിരിക്കണം എന്ന് തോന്നുന്നു. കുടുംബശ്രീയിൽ ചിലരകത്താക്കും, ചിലർ പുറത്താക്കും. എല്ലാം സാമ്പത്തിക വിഷയമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. അത് കാരണം ഈ തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര. നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം. അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവിടെ പറയണത്. എനിക്ക് അവകാശിയാകണം, അവരോട് ക്ഷമിക്കണം. പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവർ പുറത്താക്കിയത്, അത് തെരിക്കണം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കണം. ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ഇത് തെരിച്ച് തന്നെ. എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. ഞാൻ കാലണം ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല, പക്ഷേ അത് നാട്ടിൽ കാലിയപ്പോൾ മുമ്പ് ഞാൻ കള്ളിയാണ്. അതുകൊണ്ട് അമ്മ ഇത് തിരിച്ചു തന്നെ, എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടുത്തി തൻ്റെ 12 വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ്. സ്വപ്നത്തിലാണ്, അടയാളം കൊടുത്തതാണ്. കാര്യം അമ്മ ഈ വെയിലൊക്കെ ഇട്ടേക്കുമല്ല. അപ്പോൾ അതാണ് അവരങ്ങനെ അവരുടെ സാക്ഷ്യം വേണ്ട, അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന്. കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, ചോദിക്കണ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട്. 12 വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരു അടയാളം കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടത് എന്താണ്, അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന്, എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പാസ്ബുക്ക് എല്ലാം എടുപ്പിച്ചു പറഞ്ഞു, ഇത് 16,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വേറെ ഒരു 23,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ്, നീ അവിടെ പാസ്ബുക്ക് എല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു സാക്ഷ്യത്തിൻ്റെ അതായത് സാക്ഷ്യമാണ് പോക്കണ്ടല്ലേ. നമ്മളുടെ പ്രശ്നം, പർട്ടിക്കുലർ പ്രോബ്ലം എന്താണ്, ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു, എല്ലാത്തിൻ്റെയും പാസ്ബുക്ക് എടുപ്പിച്ചു.
അപ്പോഴേ ഈ അവർ പറഞ്ഞ് അമ്മ പറഞ്ഞ പോലെ തന്നെ 23,000 രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്കിൽ കണ്ടത്. അപ്പോൾ കറക്റ്റ് ചെയ്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മേരി മാതാവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാതാവേ എന്റെ നല്ലമ്മേ നീ എന്നാശ്രയം ഏതു നേരം. മാതാവേ എന്റെ നല്ലമ്മേ നീ എന്നാശ്രയം ഏതു നേരം. മനമിടറുമ്പോഴും സുരമിടറുമ്പോഴും എനിക്ക് തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടറുമ്പോഴും സുരമിടറുമ്പോഴും എനിക്ക് തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിന്നീലയള്ളിക്കുള്ളിലെ പൊതിഞ്ഞു സംരക്ഷിച്ചിടേണമേ. മാതാവേ എന്റെ നല്ലമ്മേ നീ എന്നാശ്രയം ഏതു നേരം. മാതാവേ എന്റെ നല്ലമ്മേ നീ എന്നാശ്രയം ഏതു നേരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെയാണോ മെനയാന്ന് സജിത് തോമസിന് സാക്ഷ്യം. ഇവിടുത്തുകാരനായ നമ്മുടെ മലയാളിയാണ്. പക്ഷേ പുള്ളിക്കാരൻ 10-20 കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ, പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജിത് തോമസ്. അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാർ ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. അപ്പോഴേ കുറേ പ്രോബ്ലമാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ സ്കൂൾ നടത്തുകയാണ്, 4 സ്കൂളുണ്ട്. വൈഫ് പ്രിൻസിപ്പളാണ്, പുള്ളിക്കാരൻ അതിൻ്റെ ചെയർമാനാണ്. ഇപ്പോൾ സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങൾക്കറിയാവില്ല, ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ, ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയില്ലേ, ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും, ഇപ്പം നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും. കൂടുതൽ ആൾക്കാർ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് വയ്ക്കാനേ. കഷ്ടപ്പെട്ട അങ്ങേര് പിന്നെ ട്രസ്റ്റായതുകൊണ്ട് ഷെയറല്ലേ, 1% കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ. അതിന് കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഷെയർ കൊടുക്കത്തില്ല. പക്ഷെ സന്നദ്ധം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അധികാരം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇയാളുടെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ട് സജിത് തോമസിൻ്റെ മാന്യനായൊരു മനുഷ്യൻ, നല്ല രസകരമുള്ള സാക്ഷ്യമാണ്. ഇട്ടിട്ടില്ല, ഈ ദിവസങ്ങൾ അപ്പ് ചെയ്യും. അദ്ദേഹം വേറെ സർക്കാസ്റ്റിക്കായിട്ടൊരു കാര്യം പറയും. അയാൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ മൊബൈലിലൊരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജ് എന്നറിയാവോ? കിട്ടക്കടമായൊരു സംഭവം ഉണ്ടായിരുന്നു. 3 കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ്. ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇത് ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ? ഈ മനുഷ്യൻ അതിനെ ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല. കാര്യം അത് പുള്ളി എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ്, നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 കൃപയുടെ വഴികളിലൂടെ അമ്മ എന്നെ നടത്തിയിടും. കനിവാർന്ന സ്നേഹം നൽകി എന്നെ കാത്തിടും. കൃപയുടെ വഴികളിലൂടെ അമ്മ എന്നെ നടത്തിയിടും. കനിവാർന്ന സ്നേഹം നൽകി എന്നെ കാത്തിടും. എളിമയെന്ന പുണ്യം നൽകി എന്നെ വളർത്തി